അങ്ങനെ ചുരുക്കം പറഞ്ഞ കൊച്ചിനിപ്പോ അവകാശങ്ങൾ കുറെ ആയി അല്ലേ? നമ്മുടെ ഭാവം ഹോമിയോ ഔട്ട്. ഇതൊക്കെ പിന്നെ നമുക്ക് പതിവാ. എന്തായാലും കൺസീവ് ആയല്ലോ. നാട്ടിൽ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാൽ മതി. പല പിന്നെ തുടങ്ങിയോ? ഇല്ല. എന്നാ ശരി. പോ. എന്താ പറ്റിയ? ഓക്കെ അല്ലേ? കിടക്ക. എടീ രാജമ്മ അവിടെ ഇല്ലേ? ആളനക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ നീയൊന്നും അറിഞ്ഞിട്ടേ? നകുലന്റെ ഒക്കെ പൊട്ടിയാ പോലൂ. പൊട്ടിയാ? ആ ഓക്കാ. ഓക്ക് എവിടുന്നത് കിട്ടിയേ? അതിന് നമ്മളെ നാട്ടിൽ ആരും ഇല്ലല്ലോ പൊട്ടി പിടിച്ചേ. എവിടുന്നാമോ കിട്ടീനി? കുഞ്ഞിക്ക് ജീവൻ വെക്കുന്ന സമയ. പഠിച്ചോനെ, പള്ളിയിൽ കുഞ്ഞില്ലപ്പോ പൊട്ടി പിടിച്ചാ കുഞ്ഞി പോകുന്ന ഉറപ്പല്ലേ? എനിക്ക് രാജമ്മേന്റെ കാര്യം ആലോചിക്കുമ്പോ ഓളെങ്ങനെയാ സഹിക്കുക എന്റെ റബ്ബേ. ഓക്ക് നല്ലോണം ഉണ്ടാ? നീ പോയിനാടാ? എനക്കവിടെ പോവാല. പണ്ടെനക്ക് വന്നോണ്ട് ഇനി വരൂലോ. എനക്കും വന്നിനി. ഇനി പോകുമ്പോ ഞാനും വരും. ഇത് വന്നതിന് ഞാൻ എന്താക്കില്ല നകുലേട്ട. നമ്മ ശ്രദ്ധിക്കാനിട്ടാന്ന് പറഞ്ഞ അമ്മ കുറെ ചീത്ത പറഞ്ഞു. ഈ അമ്മാറൊന്നും കാര്യാക്കണ്ട. ഈ രാജ ഡോക്ടറിന്ന് വിളിച്ചോക്ക്. നകുലേട്ട, ഇത് വന്നോണ്ട് നമ്മളെ കുഞ്ഞിക്ക് എന്തെങ്കിലും. കുഞ്ഞിക്കെന്ത് സംഭവിക്കാനടി? നീ ലേറ്റ് ആക്കാൻ ഡോക്ടറിന്ന് വിളിക്കും. ഹലോ ഡോക്ടറെ, ഞാൻ ശാലിനിയാണ്. പറഞ്ഞോ. ഡോക്ടർ, എന്റെ കയ്യിൽ നിന്ന് പൊന്തി വന്നിട്ടുണ്ട്. അത് ചിക്കൻ ബോക്സ് ആകുമെന്ന് ചെറിയൊരു സംശയം. ശാലിനി ഒരു കാര്യം ചെയ്യ്. ആ പൊന്തിയ ഭാഗം ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിലേക്ക്. ഞാൻ നോക്കിയിട്ട് പറയാം. പെട്ടെന്ന് അയച്ചോ. ഓക്കെ ഡോക്ടർ, ഞാൻ വിളിച്ചോളാം. ശരി. എന്താ കാണിച്ച? അയച്ചിട്ടുണ്ട്. നാട്ടുകാരെല്ലാം അറിഞ്ഞിനി. എല്ലാരും പറയുന്ന അലച്ചു പോകുന്നു. ചെയ്ത വഴിപാടെല്ലാം വെറുതെ പോവാനെ. അതിനിത് നാട്ടുകാരെന്നല്ലല്ലോ തീരുമാനിക്കണം, ഡോക്ടറല്ലേ? എന്നാ ഞാൻ ഓളെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകും. അമ്മ, ഇത് സാധാരണ അസുഖമൊന്നുമല്ലല്ലോ, ചിക്കൻ ബോക്സ് അല്ലേ? ഓള് ഡോക്ടർ വിളിച്ച കാര്യം പറഞ്ഞ് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. രാജമ്മേ, വിളിയൊന്നും കേൾക്കുന്നില്ലല്ലോ. ആരും ഇല്ല. വരുന്നുണ്ട് നിങ്ങളുടെ ചങ്ങായിമാര്. വെറുതെ വേണ്ടാത്ത ആരെങ്കിലും പറഞ്ഞു ഓള് കരയിച്ചിന്റെ സ്വഭാവം മാറൂട്ടാ. ഒന്നും മിണ്ടാണ്ടി. ഒരു കേക്കും ഒരു കേട്ട എനിക്ക് എന്തെന്ന് ഇപ്പൊ? അല്ലപ്പാ, എന്തെന്നാ ഈ കേക്കുന്നേ? ഓർത്തു ശാലിനി ഓളകത്ത് ഡോക്ടറോട് സംസാരിക്കുന്ന. ചായ എടുക്കാം. നീ അവസ്ഥയിൽ നിൽക്കുമ്പോ നമുക്ക് രണ്ടാക്കും ഒരു ഇറ്റ് വെള്ളം ഇറങ്ങുമോ രാജമ്മേ? ഡോക്ടർ, ഇത് വന്നോണ്ട് കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? അതുകൊണ്ട് കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ഒരു 10-13 ദിവസം കഴിയുമ്പോൾ കുരുക്കളൊക്കെ അങ്ങ് കരിഞ്ഞു പൊക്കോളും. ഇതല്ലേ ഓർത്തിക്കും ടെൻഷൻ അടിക്കാതെ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കേ. ഈ സമയം അമ്മ എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുന്നോ അത്രത്തോളം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഹാപ്പി ആവും. പിന്നെ കാർട്ടൂൺസ്, സോങ്സ്, ചെറിയ തോതിലുള്ള ഡാൻസ്, ഇതൊക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി ഡോക്ടർ. ഏടുന്ന കിട്ടിയെന്ന് ആർക്കറിയാം. വന്നപാടെ പനിക്കുന്നു. നോക്കുമ്പോണ്ട് കയ്യിൽ പൊന്തിന്. അതിന് ഇനി വിഷമിക്കണ്ട. നകുലൊരു ശാലിനി ചെറുപ്പമല്ലേ, അതങ്ങ് പോയാ പോട്ട്. നിങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു എന്റെ കുഞ്ഞ് അലസി പോകുന്നേ? ശാലിനി അകത്ത് പോ. അമ്മൊന്നും മിണ്ടാണ്ടിരിക്കമ്മേ. മോളെ, നമ്മള് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞല്ലേ? എന്റെ കുഞ്ഞ് അലസി പോന്ന് പറഞ്ഞിട്ട് എന്നെ ആശ്വസിപ്പിക്കല്?
ഇവരിപ്പോ ഇവിടെ ഇറങ്ങിക്കൊള്ളണം, ഇല്ലെങ്കിൽ നകുലേട്ട ഞാൻ ഇവിടെ ഇറങ്ങും. ഇവളെ വായിലിരിക്കുന്ന കാക്കാനോ അമ്മ വന്നിന് എനിക്ക് എടുക്കുന്ന കഷ്ടം. ചിലപ്പോ ഓള് ചായ കാച്ചി കളയുമ്പോ വെറുതെ അല്ല നീ ഇങ്ങനെ ആയിന്. ആദ്യം എന്റെ സ്വഭാവം നന്നാവണം. നിന്റെ പൊയ്ത്തം നീ എന്തിനാ ഓരോരുത്തർ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയാൻ നിൽക്കുന്നത്? മനുഷ്യന്റെ മനസ്സമാനങ്ങളായിട്ട് മനസ്സമാധാനം പോവാനിടെ ഒന്നും ഉണ്ടായിട്ടില്ല നകുലേട്ട. ഡോക്ടർ പറഞ്ഞൊന്നും പേടിക്കാനില്ലാന്ന്. വെറുതെ അതും ഇതും ആലോചിച്ച് ടെൻഷൻ അടിക്കാണ്ട് അസുഖം മാറുന്നവരെ സന്തോഷത്തോടെ നിൽക്കാനാ പറഞ്ഞത്. അതിനിടയിൽ എന്റെ കുഞ്ഞലസി പോകുന്ന പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സന്തോഷിക്കില്ലേ? ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? കുഞ്ഞിനൊന്നും പറ്റൂല എന്ന് പറഞ്ഞിന്. കൃഷ്ണ കാത്തോട്ടെ. എടാ നകുല, ഈ പൻ്റെ ഓളെ കൂടെ നിൽക്കുക വേണ്ട. എടാ നാട്ടുകാർ തെണ്ടികൾ എന്താ പറഞ്ഞോട്ടെ, നിങ്ങൾ ഡോക്ടർ പറഞ്ഞു മാത്രം കേട്ടാൽ മതി. അല്ല, ഇതെല്ലാം ഡോക്ടർ ശാലിനിയോടല്ലേ പറഞ്ഞേ? എടാ, പ്രഗ്നന്റ് ആയ ശാലിനിയോട് ഇനി മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഡോക്ടറിന് പറയാൻ പറ്റുവാ? പറയോ? എടാ ജിത്തു, നീ ഈടുത്ത കമ്പനി വിട്ടിട്ട് ആ കൗസുകടത്തിൻ്റെ പുത്തുമാൻ്റെ കൂടെ കുടിക്കുക. ടൈമായിട്ടുണ്ട്. എടാ നകുല, എനിക്ക് പരിചയമുള്ള ഒരു മെഡിക്കൽ റെപ്പിനോട് ഞാൻ ഈ കാര്യം ചോദിച്ചിനേനു. ഓൻ പറഞ്ഞതും നമ്മളെ നാട്ടുകാർ പറഞ്ഞു നടക്കുന്നതും ഏകദേശം സെയിമാണ്. എടാ നൗല, ഇവൻ പറഞ്ഞു കേട്ട് നീ പേടിക്കണ്ടേ. നമുക്ക് ആ രാജു ഡാക്ടറെ നേരിട്ട് പോയി കാണാം. അയാളാകുമ്പോൾ ഉള്ള പോലെ പറയും. ഇനി വരണ്ട, നമ്മൾ പോയിക്കോളും. വെറുതെ ഓരോന്ന് പറഞ്ഞു പേടിപ്പിക്കാൻ. ഈ കൺസീവ് ആകുന്ന ആള് ആദ്യത്തെ 3 മാസത്തേക്ക് സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ ഡോക്ടേഴ്സ് പറയാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന വയറിന് ഇളക്കി നടന്ന യാത്ര, ഈ സ്കൂട്ടർ യാത്ര, കട്ടറി ചാടൽ, ഇതൊക്കെ ഒഴിവാക്കണമെന്ന് മാത്രമാണ്. അത് മാത്രമല്ല, ഈ സമയത്ത് കൺസീവ് ആകുന്ന ആളുകൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അസുഖം വരാതെ സൂക്ഷിക്കണം. അതൊന്നും ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഡോക്ടറെ. ഇതിനോട് കുഞ്ഞിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതാണ് ഇപ്പം അമ്മ അറിയേണ്ടത്. സാധാരണ പ്രീമച്ചർ സ്റ്റേജിൽ ചിക്കൻ ബോക്സ് വന്നാൽ അമ്മയ്ക്കോ കുട്ടിക്കോ പ്രോബ്ലം വരാൻ സാധ്യതയില്ല. പക്ഷേ 6 to 13 വീക്സ് വരെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് താനും. അൺഫോർച്ചുനേറ്റ്ലി ശാലിനിക്കത് 6th വീക്കാണ്. ഫീവർ കൂടിയ ഈ അസുഖം ന്യൂമോണിയയിലേക്ക് കിടക്കും. പിന്നെ റിക്കവറിങ് ചാൻസ് വളരെ ടഫാണ്. ഇതൊക്കെ പറഞ്ഞാൽ കുട്ടിയെ നമുക്ക് ടെൻഷൻ അടിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവളെ ഈ അസുഖത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിന് ഒരിക്കലും അവളുടെ കുട്ടിക്ക് ഒന്നും സംഭവിക്കുകയില്ലെന്ന് നമ്മൾ ആദ്യം അവളെ പറഞ്ഞ് ബോധിപ്പിക്കണം. ഡോക്ടറെ, അപ്പൊ കുഞ്ഞിന് 1 മാസം കഴിഞ്ഞ് അബോർഷൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലാ കേസിലും അങ്ങനെ സംഭവിക്കണം നിർബന്ധമില്ല. കുഞ്ഞിന് മറ്റെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് സ്കാനിംഗ് റിപ്പോർട്ട് വരുമ്പോൾ അറിയാൻ പറ്റും. അല്ല ഡോക്ടറെ, എന്ത് ഇഷ്യൂസ്? മെയിനായിട്ടും വരുന്നത് ഈ കാർഡിയാക് ഇഷ്യൂസാണ്. സ്കാൻ ചെയ്യുമ്പോൾ അത് ഗൈനക്കിന് അറിയാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാം. ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് അവളുടെ നിൽക്കട്ടെ? എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ലടാ അവളുടെ. എടാ, ഇനി ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് കാര്യമില്ല. എല്ലാം പോസിറ്റീവായിട്ട് കാണും. ഒന്നും സംഭവിക്കില്ലടാ. നമ്മളത്ര കൊതിച്ചാന്നൊരു കുഞ്ഞിന് വേണ്ടി ആ കുഞ്ഞ് പോയി പോകുന്ന പറഞ്ഞാൽ ഒക്കെ സഹിക്കാൻ പറ്റില്ലടാ. കുറപ്പാ. ഓക്കൊന്നും പറ്റുന്നേയുള്ളൂ എനിക്കിപ്പം. എടാ, ഓക്കൊന്നും പറ്റൂല. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നിപ്പം. പേടിയാവുന്നു.